ഞങ്ങളുടെ ക്ലോത്തിങ് ബ്രാൻഡ് ക്രൂ എന്ന് പറയണത് ഞാന്, കെവിന്, ബോബ്, അങ്ങനെ കുറച്ച് പേരുണ്ട് ക്രൂവില്. നമ്മൾ ഒരുമിച്ചാണ്. വേറൊരു കാര്യം പറയാലോ ഗൈസ്, സത്യം പറഞ്ഞാൽ ഞാനത് ഇതിനകത്തോട്ട് ഇറങ്ങി തിരിച്ചപ്പോഴാണ് ഇതിന്റെ മെയിൻ പാടുകളൊക്കെ അറിഞ്ഞു തുടങ്ങിയത്. ഇവനും ബോബും ഇവിടെ ആണ് എനിക്ക് കുറെ കാര്യങ്ങൾ സോർട്ട് ചെയ്ത് തരുന്നത്. സത്യം പറയാലോ, ഡീലേഴ്സിനെയും. അതായത് ഗൈസ്, നമ്മൾ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മളിത് ചെയ്തു വന്നപ്പോഴാണ്, അതായത് നിങ്ങൾക്കറിയാം എന്തായാലും നമുക്ക് കുറെ ഹേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ക്ലോത്തിങ് ബ്രാൻഡ് ട്രേഡ് മാർക്ക് ഒന്നും എടുക്കാതെ ഞാനിത് ലോഞ്ച് ചെയ്യാനിരുന്നേ ഗൈസ്. ഇപ്പോൾ ഇത് ലോഞ്ച് ആവണ്ടേ, എല്ലാം കഴിഞ്ഞ്, വെബ്സൈറ്റ് കഴിഞ്ഞു, ബ്രാൻഡിങ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അപ്പം എന്തായാലും നമ്മൾ തുടങ്ങുമ്പം നമ്മുടെ മൈ ഡെസിഗ്നേഷൻ ഒക്കെ പോലത്തെ ഒരു ബ്രാൻഡായിട്ട് അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. മനസ്സിലായോ? ലൈക്ക് ഒഫീഷ്യലി ഞങ്ങളിപ്പോൾ ട്രേഡ് മാർക്ക് എടുത്തു, കോപ്പിറൈറ്റ് എടുത്തു. കോപ്പിറൈറ്റ് റിസർവ്ഡ് പ്രൊട്ടക്റ്റ് ആയിരിക്കും. നമ്മുടെ ഡിസൈൻസ് വേറെ ആൾ കോപ്പി ചെയ്താൽ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റും. അതുപോലെ കമ്പനി മൊത്തത്തിൽ ഇതാക്കി കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തു, എല്ലാം ചെയ്തു. ഇനി ലാസ്റ്റിൽ നമുക്ക് ഇനിയുള്ള ഒരു രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ, ലൈക്ക് നമ്മൾ എക്സ്ക്ലൂസീവ് ഗൈസ്, ഞാൻ നിങ്ങളുടെ അടുത്തൊരു സജഷൻ, ഞാൻ ഇതൊക്കെ ഒരു കാര്യം പറയാം കേട്ടോ. നമ്മളൊരു സാധനം തുടങ്ങുമ്പോൾ എനിക്ക് കുറച്ച് നല്ല രീതിയിൽ, അതായത് തുടങ്ങണം എന്നാണ് ആഗ്രഹം. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതുപോലെ നമ്മൾ എത്രത്തോളം കോസ്റ്റ് കുറയ്ക്കുന്നോ അത്രത്തോളം ക്ലോത്തിന്റെ ക്വാളിറ്റി കുറയും. ഞാനത് ഞങ്ങൾ കുറെ ഡീലേഴ്സായിട്ട് സംസാരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുക. അപ്പോൾ ലൈക്ക് നമ്മൾ എക്സ്ക്ലൂസീവ്ലി ആദ്യം കൊണ്ടുവരുന്ന ഒരു 3 ഡിസൈൻ ആയിരിക്കും ലോഞ്ച് ചെയ്യുന്നത്. ഒരു 3 ഡിസൈൻ ലോഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ 3ഉം ഇറ്റ് വിൽ ബി ലൈക്ക് ബഫ്ഡ് പ്രിന്റ് ആയിരിക്കും. നല്ല കുറച്ച് ഡിസൈൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ എക്സ്ക്ലൂസീവ് ടിവിയുടെ ഒരു ഇതുണ്ട്. പിന്നെ 2 എണ്ണം, ഒരു ഈഗിളിന്റെ ഒരു ഈഗിൾ ഒരെണ്ണമുണ്ട്. പിന്നെ വേറൊരെണ്ണം നമ്മൾ അതുണ്ട്. അപ്പൊ അത് നമ്മൾ ഈ 3 ഡിസൈൻസ് ആണ് ഫോർ യുവർ പേഴ്സണൽ ബ്രാൻഡ് എന്ന് പറഞ്ഞ സാക്ക് 2000 രൂപ സൂപ്പർ ചാറ്റ്. അപ്പോ ഗൈസ്, നമ്മള് ആദ്യം ഇറക്കുന്നതിന് നല്ല ക്വാളിറ്റിയിൽ നമുക്കൊരു സാക്കെ, താങ്ക് യു സോ മച്ച്. നല്ല ക്വാളിറ്റിയിൽ നമുക്കൊരു കിടില സാധനം കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യത്തേന് മേ ബി ചിലപ്പോൾ ആദ്യത്തെ 3 ടീഷർട്സിന് ലൈക്ക് ബഫ് ആയതുകൊണ്ട് മാത്രം, ബഫ് പ്രിന്റ് ആയതുകൊണ്ട് നമ്മൾ ഒരു 899 അല്ലെങ്കിൽ ഒരു 999 ആ ഒരു റേഞ്ചിലായിരിക്കും. ബാക്കിയെല്ലാം പ്രിന്റ് ഓൺ ഡിമാൻഡ് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നതാണ്. അതിന് നമ്മൾ വലിയ പ്രോഫിറ്റ് ഒന്നും ഇടാതെ, ഇതിനും വലിയ പ്രോഫിറ്റ് ഒന്നുമില്ല. ഇതിന് ഞങ്ങൾ ഗൈസ്, നിങ്ങളോട് ഞാൻ സീരിയസ്ലി പറയാം, ഇവിടെ കേരളത്തിൽ ഒരു ബ്രാൻഡ്സും കൊടുക്കാത്ത രീതിയിലത്തെ കിടിലൻ പാക്കിങ്ങും മെർച്ചൻഡൈസും ആയിട്ടായിരിക്കും നിങ്ങൾക്ക് അതിനകത്തുനിന്ന് കിട്ടാൻ പോണേ. കാരണം ഞങ്ങൾ അത്രയും ആൾക്കാരുടെ അടുത്തുനിന്ന് കുറെ സാധനം, നമ്മൾ കുറച്ച് നല്ല ഡീലേഴ്സിൻ്റെ അടുത്തുനിന്ന് നല്ല കുറച്ച് ക്വാളിറ്റി സാധനം ഇറക്കി, എന്താ പറയാ, ഈ പറയണത് പോലെ നിങ്ങൾക്കൊരു ടീഷർട്ട് ഓർഡർ ചെയ്യുന്ന സമയത്ത് ലൈക്ക് വിത്ത് നമ്മുടെ മെർച്ചൻഡൈസ് അടക്കമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മുടെ കുറേ മെർച്ച്, കീ ചെയിൻസ് ഉണ്ടാവും, സ്റ്റിക്കേഴ്സ് ഉണ്ടാവും, അങ്ങനത്തെ കുറേ ഒരു സംഭവമായിട്ടായിരിക്കും നമ്മൾ ഇത് ലോഞ്ച് ചെയ്യാൻ പോണത്. പിന്നെ അതിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് വേറെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഗെയിം റിലേറ്റഡ് ആയിട്ട് അതിൽ കുറേ കാര്യങ്ങളിൽ വാലോറന്റ് ടീഷർട്ടിനൊക്കെ പെർമിഷൻ വേണം. വാലോറന്റ് ടീഷർട്ടൊക്കെ നമ്മൾ ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കും. പെർമിഷൻ വേണം. എത്രന്നറിയോ? പെർമിഷൻ ഇല്ലാതെ വിറ്റ 10 കോടി. 10 കോടിയാണ് ഫൈൻ. 10 കോടി. അതായത് അവരുടെ പെർമിഷൻ കിട്ടത്തില്ല. മറിച്ച് അവരുടെ ഡിസൈൻ വിൽക്കാനുള്ള, അവരുടെ ഒരു ചെറിയ ഇതുപോലും വിൽക്കാനുള്ള പെർമിഷൻ നമുക്ക് കിട്ടത്തില്ല. 10 കോടിയൊക്കെയാണ് അവർ കോമ്പൻസേഷൻ ചോദിക്കുക, എന്തെങ്കിലും വെക്കുകയെല്ലാം ചെയ്ത. അപ്പം അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഗൈസ്, ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. അപ്പം നമ്മൾ കുറച്ച് നല്ല ഡിസൈൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ആൻഡ് സജസ്റ്റ്, നിങ്ങൾക്ക് കോളേജിലോ ഇവന്റിലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രൂപ്പ് ഇവന്റിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടീഷർട്ടൊക്കെ വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യണം.